ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയും ഒരു IPO റിവ്യൂ വീഡിയോ ആണ്. അതായത് December 11 ഇന്ന് ഏകദേശം 3 IPOകളാണ് ഓപ്പൺ ആവുന്നത്. അതിൽ 2 IPO റിവ്യൂകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ IPO ആണ് വൺ മൊവിവിക് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സിൻ്റെ IPO റിവ്യൂ ആണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുക. 572 കോടി രൂപയുടെ ഒരു IPO ആണ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ 16 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണിത്. ഇവർ പ്രധാനമായിട്ടും പ്ലാറ്റ്ഫോം ബിസിനസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഒക്കെ തന്നെ പ്ലാറ്റ്ഫോം ബിസിനസ്, അത് മീൻസ് പേയ്മെൻറ്റ് ബിസിനസ്സും, അതായത് പേയ്മെൻറ്റ് ബിസിനസ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ് ഉണ്ട്. Paytm പോലെ തന്നെയാണ് ഇവരുടെ ഏകദേശം ഒരു ബിസിനസ് മോഡൽ. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് Paytm പോലെ തന്നെയാണ്. പേയ്മെൻറ്റ് ബിസിനസ് നമുക്കറിയാമല്ലോ, വളരെ കോമ്പറ്റീറ്റീവാണ്. ഗൂഗിൾ പേ, മീൻസ് Paytm, അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ്റർഫേസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വളരെ കോമ്പറ്റീറ്റീവാണ്, കമോഡിറ്റൈസ്ഡ് ആണ്. മാർജിൻ നോക്കിക്കഴിഞ്ഞാലും വളരെ കുറവാണ്. ഏകദേശം 0.8% മാർജിനൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലുള്ളത്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ്, ഡിജിറ്റൽ ക്രെഡിറ്റ് ടു ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ്, ഇവർക്ക് സെബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 7% ടേക്ക് റേറ്റ്സ് ഉണ്ടെന്ന് പറയാം. വെൽത്ത് അസറ്റ്സ് മീൻസ് ഏകദേശം 6700 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇവർ മാനേജ് ചെയ്യുന്നുണ്ട്. AUM ഉണ്ട്, ക്രെഡിറ്റ് AUM ഉണ്ട്. പിന്നെ 2500 കോടി രൂപയുടെ AUM പാർട്ട്നേഴ്സാണ് ഇവർക്കുള്ളത്. ഇത് ഡിസംബർ വരെയുള്ള കണക്കാണ്. അങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കമ്പനി എന്ന് നമുക്കിതിനെ വിലയിരുത്താം. ഈ 572 കോടി രൂപ വരാൻ പോകുന്നത്, ഇതിൽ 150 കോടി രൂപ അവർ ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 135 കോടി രൂപ പേയ്മെൻറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 107 കോടി രൂപ ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. 70 കോടി രൂപയാണ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്, ക്യാപെക്സിന് വേണ്ടിയിട്ട് ഇവർ പേയ്മെൻറ്റ് ബിസിനസ്സിൻ്റെ ക്യാപെക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 265 മുതൽ 279 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. 2168 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ 26% ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഷെയറുകൾ ഫ്രഷ് ഇഷ്യൂ ആണ്. ഒന്നും തന്നെ ഒരു എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് ആരും തന്നെ വിൽക്കുന്നില്ല, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ആരും തന്നെ വിൽക്കുന്നില്ല. IPO ഇന്ന് December 11 സ്റ്റാർട്ട് ചെയ്തിട്ട് December 13, 2024 വരെയാണ് ഓപ്പൺ ആവുന്നത്. December 18 ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. കാരണം ആദ്യം 2021 കമ്പനി IPO ഫയലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 1900 കോടി രൂപയുടെ IPO ആണ്. അതിൽ 1500 കോടി രൂപ ഫ്രഷ് ഇഷ്യൂവും 400 കോടി രൂപ OFSഉം ഉണ്ടായിരുന്നു, ഓഫർ ഫോർ സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ്. OFS ആരും തന്നെ വിൽക്കുന്നതില്ല. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. രണ്ടാമത്തെ അറ്റംപ്റ്റാണ് കമ്പനി നടത്തുന്നത്. അപ്പോൾ മറ്റു കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സുകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരുമായിട്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇനി ട്രഷറി ഇൻകത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കമ്പനിയുടെ ക്യാഷ് ബാലൻസ് ഈ വർഷം മാർച്ച് 31 388 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷാവസാനം കമ്പനിയുടെ ക്യാഷ് ബാലൻസ് 362 കോടി രൂപയായിരുന്നു. ഈ കമ്പനി ഒരു 15 കോടി രൂപ മാത്രമാണ് അതർ ഇൻകമായിട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ജസ്റ്റ് 4%. Q1 അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതർ ഇൻകം വെറും 3.6 കോടി രൂപയാണ്. അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കമ്പനിയുടെ കയ്യിൽ 406, അതായത് 406 കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിടക്കുമ്പോഴും കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ട്രഷറി ഈൽഡ് ഇൻകം വെറും 0.4% താഴെയാണ്. അതായത് റിസ്ക് ഫ്രീ റിട്ടേൺ ആയിട്ട് പോലും 6.5 കിട്ടുന്ന സമയത്താണ് ഈ കമ്പനി സ്വന്തം പൈസ വേറെ എവിടെയും കൊടുക്കാതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിൽക്കാതെയോ ട്രഷറി ഈൽഡ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസൊക്കെ ചെയ്യുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ സ്വന്തം ഇൻകം തന്നെ അവർ റിസ്ക് ഫ്രീ റിട്ടേണിന് താഴെ കീപ്പ് ചെയ്യുന്ന ഒരു കമ്പനി. ഇത് ഞാനൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നതല്ല. സാധാരണ എല്ലാ കമ്പനികളും ക്യാഷ് വെക്കാറുണ്ട്, പക്ഷേ അതിനവർ റിസ്ക് ഫ്രീ റിട്ടേൺ ആയിട്ടുള്ള അബോവ് റിട്ടേൺ അവരെപ്പോഴും കാണിച്ച് അത് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ കമ്പനി നേരെ മറിച്ച് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടായിട്ട് പോലും സ്വന്തം ക്യാഷ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ 4%, 3% താഴെ മാത്രം റിട്ടേൺ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്സാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ,
ഇനി ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ 2024 കമ്പനി 62% വർധനവാണ് കാണിച്ചത്. 875 കോടി രൂപയുടെ ടോപ്പ് ലൈനാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ നെറ്റ് പ്രോഫിറ്റ് 14 കോടി രൂപയായിരുന്നു. അതായത് 84 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് 2023 കമ്പനി കാണിച്ചത്. ആ 84 കോടി രൂപ നെറ്റ് ലോസ് കാണിച്ച സ്ഥാനത്ത് 14 കോടി രൂപ പ്രോഫിറ്റാണ് കമ്പനി 2024 കാണിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് 15 കോടി രൂപ അതർ ഇൻകമാണ്. അപ്പോൾ 14 കോടി രൂപയിൽ പ്രോഫിറ്റ് വന്നതിൽ 15 കോടി രൂപ കമ്പനിക്ക് ബിസിനസ്സിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഇൻകമാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം. ബിസിനസ് ചെയ്തിട്ടല്ല കമ്പനി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. ലാഭത്തിൽ വന്നെങ്കിലും കമ്പനി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് ബിസിനസ്സിൽ നിന്നല്ല. നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10 കോടി രൂപയാണ്. ഈ ആദ്യത്തെ 2024 ആദ്യത്തെ 6 മാസം 10 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് 5 കോടി രൂപ ആയിട്ട് കുറയാണ് രണ്ടാമത്തെ പാദത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യത്തെ 6 മാസം 10 കോടി രൂപ ലാഭം കാണിക്കുന്നു. പിന്നെ അടുത്ത 6 മാസം 5 കോടി രൂപ സ്ലിപ്പ് ചെയ്യുന്നു. അതായത് 5 കോടി രൂപയായിട്ട് ഇത് കുറയുന്നു. റവന്യൂ നേരെ മറിച്ച് സെയിൽസ് 381 കോടി രൂപ ഉണ്ടായിരുന്നത് 494 കോടി രൂപയായിട്ട് കൂടുകയാണ് അടുത്ത 6 മാസം ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് കൂടെ ഇവിടെ പ്രോഫിറ്റ് സ്ലിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ വർഷം ഫസ്റ്റ് ക്വാർട്ടറിലും റവന്യൂ 342 കോടി രൂപയായിട്ടാണ് കാണുന്നത്. എന്നിട്ട് പോലും അവരുടെ പ്രോഫിറ്റ് നെഗറ്റീവാണ്. 6.6 crore നെഗറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും ബെനിഫിറ്റ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിൻ്റെയും ഒരു മൊമെൻറ്റം പ്രൂവ് ചെയ്യാനുണ്ട് അത്രേ. മാത്രമല്ല ഈ IPOക്ക് തൊട്ട് മുന്നാണ് അവർ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള കാര്യമല്ല. പ്രോഫിറ്റബിലിറ്റി ഇപ്പോഴും വീക്കാണ്. ഔട്ട്ലുക്കും അത്രമാത്രം പോസിറ്റീവായിട്ട് കാണുന്നില്ല. ഇതൊരു വാല്യൂഷൻ ട്രാപ്പാണോ എന്ന് പറയാനുണ്ട്. കാരണം ഈ കമ്പനിയുടെ ഈ IPOക്ക് തൊട്ട് മുമ്പുള്ള 4 ഡീലുകളാണ് എനിക്ക് സംശയത്തിൻ്റെ പ്രശ്നം വരുന്നത്. അതായത് ജൂൺ 2021 കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് അവരൊരു സെക്കൻഡറി സെയിൽ നടത്തിയിട്ടുണ്ട്. 2 ഇന്ത്യൻ HNIസിനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഷെയറിന് 2852 രൂപ വെച്ചിട്ടാണ് അവർ വിറ്റിരിക്കുന്നത്. കമ്പനി ഏകദേശം 5100 കോടി രൂപ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. ഏകദേശം അവർ 2.8% സ്റ്റേക്കാണ് അന്ന് 149 കോടി രൂപ ഏകദേശം ആ ഒരു സമയത്ത് എടുത്തിരിക്കുന്നത്. 149 കോടി രൂപക്കാണ് എടുത്തിരിക്കുന്നത്. അതായത് കമ്പനി ആ സമയത്ത് 5100 കോടി രൂപയുടെ വാല്യൂഷനാണ് കാണിച്ചത്. ആ സമയത്താണ് ഒരു ഷെയറിന് 2852 കോടി രൂപ വെച്ചിട്ട് 2852 രൂപ വെച്ചിട്ട് വിറ്റിരിക്കുന്നത്. 2.8% സ്റ്റേക്കാണ് അങ്ങനെ വിറ്റത്. 149 കോടി രൂപയാണ് അങ്ങനെ കമ്പനി കളക്ട് ചെയ്തത്. ഇനി 2021 ഡിസംബർ അതേസമയം 6 മാസം കഴിഞ്ഞിട്ട് 100 കോടി രൂപ കമ്പനി ചെയ്തിരിക്കുന്നത് പ്രൈമറി ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കുന്നത് ടൈംസ് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 മാസം കഴിയുമ്പോഴേക്കും കമ്പനിയുടെ ഷെയറിൻ്റെ പൈസ 1132 രൂപ വെച്ചിട്ടാണ് അവർ ആ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2022 ഓഗസ്റ്റ്, അതായത് അവിടെ നിന്ന് വീണ്ടും 6 മാസം 7 മാസം കഴിയുമ്പോൾ വാല്യൂഷൻ 5100 കോടി രൂപ ഉണ്ടായിരുന്നത് വാല്യൂഷൻ പിന്നീട് കാണിക്കുന്നത് ആഗസ്റ്റിൽ വെറും 3632 കോടി രൂപയായിട്ടാണ്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട ഇൻവെസ്റ്ററായിട്ടുള്ള ആശിഷ് കച്ചോലിയ അദ്ദേഹം പ്രൊമോട്ടർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 15 കോടി രൂപയുടെ ഷെയറുകളാണ്. അതായത് 612 രൂപ വെച്ചിട്ടാണ് ഷെയർ. അതായത് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ 2852 രൂപക്ക് തൊട്ട് തലേ വർഷം ഇഷ്യൂ ചെയ്ത ഷെയർ പിറ്റത്തെ അടുത്ത വർഷം 612 രൂപ വെച്ചിട്ടാണ് ആശിഷ് കച്ചോലിയക്ക് ഇഷ്യൂ ചെയ്തിട്ട് 15 കോടി രൂപ കമ്പനി റേസ് ചെയ്തിരിക്കുന്നത്. ഇനി എംപ്ലോയീസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 255 രൂപ, 329 രൂപ, 365 രൂപ ഇങ്ങനെയാണ്. അതായത് 1-2 വർഷങ്ങൾക്കിടയിൽ കമ്പനി റേസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലൊക്കെ പല പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കമ്പനിയുടെ പ്രൊമോട്ടറുടെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും എത്രയെങ്കിലും പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും റേസ് ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഈ കമ്പനിക്ക് എന്നുള്ളത് സംശയമുണ്ട്. ഈ ഒരു പലതരത്തിലും കമ്പനി ഇതുവരെ 1200 കോടി രൂപ റേസ് ചെയ്തിട്ടും ഇന്നത്തെ ഡേറ്റ് വരെ കമ്പനിയുടെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ജസ്റ്റ് 1 ടൈമാണ്. അതായത് ക്യാപിറ്റലിന് തൊട്ട് ഒരു ഇരട്ടി മാത്രമാണ് ക്യാപിറ്റലിൻ്റെ സെയിൽസിൻ്റെ ഒരു ഇരട്ടി മാത്രമാണ് ക്യാപിറ്റൽ റേഷ്യോ ഉള്ളത്. അത് ഒരു ടെക്നോളജി ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് വളരെ കുറവാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴും കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ടില്ല, സെൽഫ് സസ്റ്റെയിൻ ആയിട്ടില്ല. ഫർദർ ക്യാപിറ്റൽ ഇനിയും ആവശ്യമുണ്ട്. 572 കോടിയോളം ക്യാപിറ്റൽ ഇപ്പോഴും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലിസ്റ്റഡ് ഫിനാൻഷ്യൽ പ്ലെയർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 361 അതുപോലെ തന്നെ നുവാമയാണ്. ഇവരൊക്കെ 7 to 8% അസറ്റ്സ് ടേൺ ഓവറിൽ അസറ്റ്സ് അണ്ടർ അഡ്വൈസിലുള്ളതാണ്. 750 കോടി രൂപയുടെ വാല്യൂഷനാണ് വൺ മൊബിവിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബിസിനസ്സിനുള്ളത്. പേയ്മെൻറ്റ് ബിസിനസ് ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ്, വിച്ച് ഈസ് ലോവർ. അതുപോലെ തന്നെ കറണ്ട് IPO വാല്യൂഷൻ പ്രൈസ് ഈസ് മോർ ദാൻ എന്താ പറയുക ഫ്യൂച്ചർ ഒപ്റ്റിമിസം എന്ന് ഞാൻ പറയും. അതായത് വരുന്ന ബിസിനസ് ടാക്കിളിനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഒരു
കോമ്പറ്റീഷനെ ഒന്നും വെച്ചിട്ടല്ല പ്രൈസ് ചെയ്തിരിക്കുന്നത്. മൊബിവിക്ക് 2168 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണുള്ളത്. അത് കുറച്ച് അധികമായിട്ട് തോന്നും. പേടിഎമ്മിൻ്റെത് 61,700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. അതാണ് ടോപ്പ് ലൈൻ. ഒരു 1/10 ഓഫ് PTM മാത്രമേ ഉള്ളൂ. ഒരു 10 സൈസ് മാത്രമേ പേടിഎമ്മിനെ സംബന്ധിച്ചിട്ടുള്ളൂ. ഇവർക്ക് 2168 കോടിയും പേടിഎം 61,700 കോടി രൂപയാണ്. പക്ഷേ ബെഞ്ച് മാർക്കിംഗ് നോക്കുമ്പോൾ പേടിഎമ്മിൻ്റെ വാല്യുവേഷൻ ഇറ്റ്സെൽഫ് ഈസ് ഫ്ലോഡ്. ആ ഒരു രീതിയിലാണ് പേടിഎമ്മിൻ്റെ വാല്യുവേഷൻ പോലും അത്ര വരെ സ്ട്രോങ് ആണ്. പിന്നെ ബജാജ് ഫിനാൻസ്, അമേരിക്കൻ എക്സ്പ്രസ്, സെക്കോയ, ടൈംസ് ഗ്രൂപ്പ്, ഹിന്ദുസ്ഥാൻ മീഡിയ, ട്രീ ലൈൻ, ഏഷ്യ, സിസ്കോ, അങ്ങനെ എല്ലാവരും കൂടിയാണ് 43% ഹോൾഡ് ചെയ്യുന്നത് ഇതിൽ പോസ്റ്റ് IPO. സമത്വം എന്താണ് 2016 മുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അവർ ഒരു എക്സിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ IPOക്ക് ശേഷം ഇവരാരെങ്കിലും തന്നെ വിൽക്കുകയാണെങ്കിൽ ഒരു 6 months ലോക്കിൻ പീരീഡിന് ശേഷം സ്റ്റോക്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സെല്ലിംഗ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ, ഈ ഒരു IPO ഒരു വാല്യുവേഷൻ ട്രാപ്പാണ്. നമുക്ക് വേറെ IPO ഉണ്ട്, അല്ലെങ്കിൽ ഒരു 4000 എന്താ പറയേണ്ടത്, ഇഷ്ടംപോലെ സ്റ്റോക്കുകളില്ലേ ലിസ്റ്റഡ് സ്പേസിൽ, നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട്. 4 IPO ഇപ്പോൾ തന്നെ ഓൺഗോയിങ്ങിൽ SMEയിലും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊബിവിക്ക് വേണ്ട, നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഏതായാലും ചെയ്യുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പോലെ നോക്കിയിട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യുന്ന ഒരു IPO അല്ല മൊബിവിക്ക്. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല സ്റ്റോക്കുകളോ നല്ല IPO ഓൺഗോയിങ് IPOകളോ നോക്കാം, അല്ലാതെ ഇത് അടിച്ചാടി പിടിച്ച് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനു പുറമെ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ എപ്പോഴും സാധ്യതകൾക്ക് വിധേയമായിട്ടുള്ളതുമാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും തന്നെ സംസാരിക്കരുത്. ലിസ്റ്റിംഗ് ഗെയിനും ഈ ഒരു അനാലിസിസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലിസ്റ്റിംഗ് ഗെയിൻ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് കണ്ടീഷന് വിധേയമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സാധാരണയായിട്ട് ഞങ്ങളുടെ IPO വീഡിയോസിനൊക്കെ വരെയുള്ള വ്യൂസ് കുറവാണ്. മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.